ഹിറാ ഗുഹയിൽ നിന്ന് തുടങ്ങിയ ആ വെളിച്ചം ഇപ്പോൾ മക്കയിലെ ഒരു ചെറിയ വീട്ടിൽ അണയാതെ ജ്വലിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷേ ലോകം മുഴുവൻ വിഗ്രഹങ്ങളെ വണങ്ങുന്ന ആ കാലത്ത് പ്രപഞ്ചനാഥൻ്റെ ഏകത്വത്തെക്കുറിച്ച് ആരോടാണ് ആദ്യം പറയുക? യുദ്ധങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഇല്ലാതെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പടർന്ന ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു അത്. ലോകചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ മഹാസത്യം ആദ്യമായി ഏറ്റുവാങ്ങിയ ആ 4 പേരുടെ കഥയാണത്. 1. ഖദീജ റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ തണലായ പത്നി. ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ച നിസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ ആദ്യം നോക്കിയത് തൻ്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അദ്ദേഹം അവരോട് വെളിപ്പെടുത്തി. ഖദീജ, അള്ളാഹു എന്നെ അവൻ്റെ ദൂതനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ലോകത്തെ സത്യത്തിലേക്ക് വിളിക്കാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷം പോലും ആ വലിയ സ്ത്രീ സംശയിച്ചില്ല. തന്നോടൊപ്പം വർഷങ്ങളായി ജീവിക്കുന്ന ഈ മനുഷ്യൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് കൊണ്ടുവന്ന ഈ സത്യത്തെ ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. അങ്ങേ അയച്ച നാഥനെ ഞാനും വിശ്വസിക്കുന്നു. വിറയലോടെയല്ല, മറിച്ച് ഉറച്ച ബോധ്യത്തോടെയായിരുന്നു ആ വാക്കുകൾ. അങ്ങനെ ലോകം മുഴുവൻ അവിശ്വാസത്തിൻ്റെ ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഷഹാദത്ത് ആ വീട്ടിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ നാവിലൂടെ മുഴങ്ങി. ചരിത്രത്തിലെ ആദ്യത്തെ വിശ്വാസി ഒരു സ്ത്രീ ആയിരുന്നു എന്നത് ആ വെളിച്ചത്തിൻ്റെ പവിത്രത വർദ്ധിപ്പിച്ചു. 2. അലി റളിയല്ലാഹു അൻഹു. അന്ന് ആ വീട്ടിലൊരു 10 വയസ്സുകാരനുണ്ടായിരുന്നു, അലി റളിയല്ലാഹു അൻഹു. പ്രവാചകനും ഖദീജയും ഒന്നിച്ച് നിസ്കരിക്കുന്നത് കണ്ട അലി വിസ്മയത്തോടെ ചോദിച്ചു, ഇതെന്താണ്? നിങ്ങൾ ആരെയാണ് വണങ്ങുന്നത്? പ്രവാചകൻ ആ കുഞ്ഞിനെ അരികിൽ വിളിച്ച് പ്രപഞ്ചനാഥനെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ആ രാത്രി അലിക്ക് ഉറക്കം വന്നില്ല. തൻ്റെ പിതാവായ അബൂ ത്വാലിബിനോട് ചോദിക്കണമോ എന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ പിറ്റേന്ന് രാവിലെ ആ 10 വയസ്സുകാരൻ പ്രവാചകന്റെ അടുത്തെത്തി പറഞ്ഞ മറുപടി ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടു. അള്ളാഹു എന്നെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ പിതാവിനോട് ഉപദേശം ചോദിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അവനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്തിന് എൻ്റെ പിതാവിൻ്റെ അനുവാദം തേടണം? ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. കുട്ടികളിൽ ആദ്യമായി ഈ സത്യവെളിച്ചം ഏറ്റുവാങ്ങിയത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. 3. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്തതായി ആ സത്യവെളിച്ചം തേടിയെത്തിയത് പ്രവാചകൻ മകനെപ്പോലെ സ്നേഹിച്ച സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു കാലത്ത് അടിമയായി ആ വീട്ടിലെത്തിയ സയ്യിദിനെ പ്രവാചകൻ സ്വന്തം മകനായിട്ടാണ് വളർത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് സയ്യിദിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് ആ വീട്ടിലെത്തിയ നിമിഷം ചരിത്രം മറക്കില്ല. പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോകാൻ വന്ന പിതാവിനോട് പ്രവാചകൻ പറഞ്ഞു, സയ്യിദിന് തീരുമാനമെടുക്കാം, അവന് വേണമെങ്കിൽ നിങ്ങളോടൊപ്പം പോകാം. പക്ഷേ തൻ്റെ പിതാവിൻ്റെ കൈകൾ വിട്ട് ആ യുവാവ് ഓടിച്ചെന്നത് പ്രവാചകന്റെ അരികിലേക്കായിരുന്നു. എൻ്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നായിരുന്നു അന്ന് സയ്യിദിൻ്റെ മറുപടി. അത്രമേൽ പ്രവാചകനെ അറിഞ്ഞ സയ്യിദ് പ്രവാചകത്വത്തിൻ്റെ സന്ദേശം കേട്ടപ്പോൾ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. തൻ്റെ യജമാനൻ ഇപ്പോൾ പ്രപഞ്ചനാഥൻ്റെ ദൂതനായിരിക്കുന്നു. അടിമത്തത്തിൻ്റെ ചങ്ങലകളേക്കാൾ കരുത്തുള്ള ആ സ്നേഹബന്ധം ഇപ്പോൾ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിലേക്ക് മാറി. മോചിതരായ അടിമകളിൽ ആദ്യമായി ഇസ്ലാമിൻ്റെ തണലിലേക്ക് വന്നത് സയ്യിദ് ബിൻ ഹാരിസയായിരുന്നു. സ്നേഹം കൊണ്ട് ഒരാളുടെ ഹൃദയം എങ്ങനെ കീഴടക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സയ്യിദ് ചരിത്രത്തിൽ ഇന്നും ജീവിക്കുന്നു. 4. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വീടിന് പുറത്ത് ഈ വലിയ സത്യം പ്രവാചകൻ ആദ്യം പങ്കുവച്ചത് തൻ്റെ ജീവശ്വാസമായിരുന്ന ആത്മമിത്രത്തോടായിരുന്നു. അബൂബക്കർ ബിൻ അബി ഖുഹാഫ. മക്കയിലെ വലിയ വ്യാപാരിയും ജനങ്ങൾ ആദരവോടെ നോക്കിക്കാണുന്ന പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മുഖത്തെ ആ ഗൗരവം കണ്ടപ്പോൾ അബൂബക്കറിന് മനസ്സിലായി, എന്തോ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. പ്രവാചകൻ കാര്യം അവതരിപ്പിച്ചു. ഹിറാ ഗുഹയിലെ അനുഭവവും അള്ളാഹുവിൻ്റെ കൽപ്പനയും അദ്ദേഹം വിവരിച്ചു കൊടുത്തു.
എല്ലാം കേട്ട ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഒരേയൊരു ചോദ്യമായിരുന്നു: മുഹമ്മദ്, താങ്കളിത് സത്യമാണോ പറയുന്നത്? പ്രവാചകൻ തന്റെ പാവനമായ സ്വരത്തിൽ അതെ എന്ന് മറുപടി നൽകി. മറ്റൊന്നും ചിന്തിക്കാൻ അബൂബക്കറിന് തോന്നിയില്ല. ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഒരു തർക്കമോ സംശയമോ ഇല്ലാതെ വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം പ്രവാചകന്റെ കൈകൾ ചേർത്തുപിടിച്ചു മന്ത്രിച്ചു: എങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ്. ഒരു നിമിഷം പോലും മടിക്കാതെ ആ സത്യത്തെ പുൽകിയതുകൊണ്ടാണ് ചരിത്രം അദ്ദേഹത്തെ സിദ്ദീഖ്, അതീവ സത്യസന്ധൻ എന്നു വിളിച്ചത്. ഈ 4 ഹൃദയങ്ങളിൽ നിന്ന് തുടങ്ങിയ ആ പ്രകാശം മക്കയുടെ കനത്ത ഇരുട്ടിനെ ഭേദിച്ചു തുടങ്ങി. വെറുമൊരു ചെറിയ തിരുനാളമായിരുന്ന അത് ലോകത്തെ മാറ്റാൻ പോകുന്ന വലിയൊരു പ്രകാശഗോപുരമായി വളരുകയായിരുന്നു.